ഹലോ ഫ്രണ്ട്സ്. രാവിലെ എണീച്ച് വന്നപ്പോഴേ ചിക്കൻ ഒരു വണ്ടിയൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ശാന്തിജി വാ നമുക്ക് വണ്ടി ഓടിച്ച് കളിക്കാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വന്ന് ഞാൻ രാവിലെ വണ്ടി ഓടിച്ച് റേസിങ്ങൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമുക്കും ഇതൊക്കെയുള്ളൊരു സന്തോഷം. അങ്ങനെ കുറച്ച് സന്തോഷമൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഫുഡ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് കപ്പ വേവിച്ചതാണ്. ഇത് ഇവിടെ ഏഷ്യൻ സ്റ്റോഴ്സിൽ കിട്ടുന്നതാണ്, ഫ്രോസൺ ചെയ്ത കപ്പയാണ്. അപ്പം എനിക്ക് കപ്പ വയ്ക്കാൻ കൊതി തോന്നിയിട്ട് അങ്ങനെ പോയി മേടിച്ചതാണ്. മേടിച്ചപ്പം എനിക്കിത് എത്രത്തോളം സക്സസ് ആവും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈം ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പം നൈസായിരുന്നു സംഭവം, അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വേകുന്നുണ്ടായിരുന്നു. പച്ചക്കപ്പ മേടിച്ച് ഇത്രയും വേകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്രോസൺ കപ്പ എനിക്കിഷ്ടമായി. ഞാൻ അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം വേവിക്കാനായിട്ട് എടുത്തത്. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വാരി തൂത്ത് വൃത്തിയാക്കി അങ്ങനെ കഴുകിക്കഴിഞ്ഞ് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുക്കർ അടച്ച് വിസിൽ വെച്ച് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീൻ ഫ്രൈ ആക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞിക്കുരുപ്പ് വന്നിട്ട് കളിക്കുന്ന ഒറ്റ ചിന്തയിൽ ശാലിച്ചി വാ കളിക്കാം, ശാലിച്ചി വാ കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ മോനെ എന്ന് പറഞ്ഞ് അവനെ അങ്ങനെ ഒന്ന് സൈഡാക്കി നിർത്തി. ആ ഒരു ടൈം കൊണ്ട് എണ്ണ തിളച്ചപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മീനിനകത്ത് മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ടു. അങ്ങനെ മീനെല്ലാം നേരത്തെ ഫ്രൈ ആക്കാൻ വെച്ചു. അപ്പുറത്തെ സ്റ്റൗവിലിരിക്കുന്നത് നമ്മുടെ കപ്പയാണേ. അതിൻ്റെ ഇടയ്ക്ക് ആ കുരുപ്പ് എന്തൊക്കെയോ പിന്നെയും പറയുന്നുണ്ട്. അവനതെടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ വേകാറായിട്ടുണ്ടേ. കപ്പയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 വിസിലിനാണ് വെച്ചത്. ഇപ്രാവശ്യം ഒരു 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് അത് തീ ഓഫ് ആകാറായി. 2ാമത്തെ വിസിലാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചത്. അങ്ങനെ കപ്പയെല്ലാം വേവിച്ച് പാത്രത്തിലേക്ക് ഇങ്ങനെ വിളമ്പി വെച്ചു. പിന്നെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് മുളക് പൊട്ടിച്ചതും കൂടി ആക്കി. അതാണല്ലോ കപ്പയുടെ മെയിൻ കോമ്പിനേഷൻ, കപ്പയും മുളക് പൊട്ടിച്ചത്. പിന്നെ ആ ഒരു ടൈമിൽ മീൻ ഫ്രൈ ആക്കി. പിന്നെ മീനും കപ്പയും കൂടി എടുത്ത് ഒരു ഇത്തിരി ഞുള്ളി കപ്പയ്ക്കകത്തോട്ട് വെച്ച് അതങ്ങ് എടുത്ത് ഒരു പിടിയും കുടിച്ചു. വാവ്!